പക്ഷെ കേരളത്തിൽ ഈ അടുത്തിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് PM ശ്രീ എന്ന പദ്ധതി. സംഘപരിവാർ നേതൃത്വം രാജ്യത്ത് കുറച്ച് കുട്ടികളിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കോളേജുകളിലും വികലമായ ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾക്ക് കേരളത്തിൽ അംഗീകാരം കൊടുക്കുന്ന ഒരു സർക്കാരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധപ്പതിച്ച ഒരു കാലഘട്ടം. ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റ് ഏതാണ് എന്ന് പോലും പിണറായി വിജയൻ മറന്നുപോവുകയാണ്. രാജ്യത്തിന്റെ എല്ലാ മഹിതമായ പാരമ്പര്യങ്ങളെയും സാംസ്കാരിക പൈതൃകങ്ങളെയും എല്ലാ സൗഹൃദങ്ങളെയും തച്ചു തകർത്ത ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത്. മഹാനായ ഗാന്ധിയും മഹാനായ പണ്ഡിറ്റ്ജിയും മൗലാന അബുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടുന്ന മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര നായകർ, രാഷ്ട്രശില്പികൾ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും പൊരുതി നേടിയ ഇന്ത്യയെ അതിന്റെ മതേതര പൈതൃകങ്ങള് തച്ചു തകർത്ത് അതിൽ ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ലാത്ത, ഒരു പങ്കാളിത്തം പോലും വഹിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്ന് ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പോലും വികലമാക്കി കലാലയങ്ങളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ വീർ സവർക്കറെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനേക്കാൾ മുകളിൽ പ്രതിഷ്ഠിക്കാനാണ് BJPയും സംഘപരിവാരും ഒരുങ്ങുന്നത്. 2 ദിവസങ്ങളിലായി രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു മുന്നേറ്റം ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ ഒരു പുതിയ വസന്തം വിരിഞ്ഞിരിക്കുകയാണ്. ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ ന്യൂയോർക്കിലെ ജനങ്ങൾ, തൊഴിലാളികൾ, അഭ്യസ്തവിദ്യർ എന്ന് വേണ്ട സമൂഹത്തിന്റെ മുഴുവൻ മേഖലകളിൽപ്പെട്ടവരും ഒരു പുതിയ താരോദയത്തിന് അവിടെ പ്രകാശമാനമായ ഒരു ഉയർച്ച കൊണ്ടുവന്ന ഘട്ടമാണ് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നത്. ആ ന്യൂയോർക്കിൽ മേയറായി കടന്നു വന്ന മംദാനി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ മറ്റു പലതും പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഒന്നുമില്ലാതിരുന്ന രാജ്യത്തെ കൈപ്പൊടിച്ചു ഉയർത്തിക്കൊണ്ടുവന്ന പണ്ഡിറ്റ്ജിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും വികാരത്തോടെയാണ്, എന്ന അങ്ങേയറ്റത്തെ അഭിമാനത്തോടെയാണ് ആ വാക്കുകൾ കേട്ടത്. മംദാനി ഒരു പ്രതീക്ഷയുടെ ഒരു തിരിയാൻ കൊളുത്തി വെച്ചിട്ടുണ്ട്. സ്വേച്ഛാധിപത്യത്തിനെതിരെ, ട്രംപിനെതിരെ, സ്വേച്ഛാധിപത്യത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ പടനയിച്ചു ജയിച്ച ഒരാളാണ്. എല്ലാം തുറന്നു പറഞ്ഞാണ് അദ്ദേഹം ഈ ഉയരങ്ങളിലേക്ക്, ആ ഉയരം കീഴടക്കിയത്. അങ്ങനെ ന്യൂയോർക്കിൽ ഒരു പുതിയ ഉദയം ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് പോലും ഇന്ത്യയുടെ രാഷ്ട്രശില്പിയെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യയുടെ നായകരെ കുറിച്ച് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെ പണ്ഡിറ്റ്ജിയെ അംഗീകരിച്ചുകൊണ്ടുള്ള വർത്തമാനം പറയുന്ന ന്യൂയോർക്കിലെ ഒരു രാത്രിയെ ഞാൻ നിങ്ങളും കണ്ടതാണ്. അവിടെയാണ് ഷൂമയ്ക്ക് മാത്രം പാരമ്പര്യമുള്ള ബ്രിട്ടീഷുകാരോട് രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനും എന്നോടൊപ്പമുള്ളവരും കേൾക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനെതിരെ ഞാൻ ഉണ്ടാകും, എന്റെ കൂടെ ഉള്ളവരുണ്ടാകും എന്ന് പറഞ്ഞ് മാപ്പഴുതി കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വീരപുരുഷനാക്കി കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നത്. അവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യയുടെ എല്ലാ പൈതൃകങ്ങളെയും തൊച്ചു തകർത്ത് എല്ലാ രാഷ്ട്ര നായകരെയും ഒന്നുമല്ലാത്തവരാക്കി മാറ്റി രാജ്യത്തിന്റെ എല്ലാ മതേതര പൈതൃകങ്ങളെയും പാരമ്പര്യങ്ങളെയും എതിർത്ത് സംഘപരിവാർ കാണുന്ന അജണ്ട നടപ്പിലാക്കാനുള്ള പദ്ധതികളുമായി കുഞ്ഞു മക്കളിലേക്ക് കടക്കാൻ BJP ശ്രമിക്കുമ്പോ, മോദി ശ്രമിക്കുമ്പോ, അമിത്ഷാ ശ്രമിക്കുമ്പോ ആ പാഠ്യ പദ്ധതികളെ അതേപോലെ ഇവിടെയും പഠിപ്പിക്കാൻ, വികലമായ ചരിത്രങ്ങള് ഇവിടെയും പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നായകർ അല്ലെങ്കിൽ പിണറായി വിജയൻ മുന്നോട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് PM ശ്രീയിൽ ഒപ്പുവെച്ചപ്പോ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ച കൂട്ടത്തിൽ 2 പേരെ പേര് പറഞ്ഞപ്പോ ഒന്ന് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന അവരുടെ രാജ്യസഭാ മെമ്പറാണ്, മറ്റൊന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. RSSും സംഘപരിവാറും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള പാലമായി ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാജ്യസഭാ മെമ്പർ അതപ്പതിച്ചു പോയ രാഷ്ട്രീയ ചരിത്രമാണ് നമുക്ക് ഇന്നലെ വായിച്ചെടുക്കാൻ സാധിച്ചത്. PM ശ്രീ പദ്ധതി രാജ്യത്തെ വിദ്യാർത്ഥികളിൽ പുതിയ വിദ്യാഭ്യാസത്തിന്റെ ഒരു മേച്ചിൽപ്പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യം പഠിപ്പിക്കാനാണോ PM ശ്രീ പദ്ധതി? മഹാനായ ഗാന്ധിയെ, മഹാനായ പണ്ഡിറ്റ്ജിയെ, മഹാനായ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറിനെ, മൗലാന അബുൽ കലാം ആസാദിനെ, സർദാർ വല്ലഭായ് പട്ടേലിനെ പഠിപ്പിക്കാനാണോ PM ശ്രീ പദ്ധതി? അല്ലല്ലോ. പിന്നെ എന്തിനാ ഹെഡ്ഗവാറിനെ, അതുപോലെ തന്നെ വീർ സവർക്കറിനെ,
RSSനെ സംഘപരിവാറിനെ അവരുമായി ചേർന്ന് നിന്നവരെ അവരെ പഠിപ്പിക്കാൻ ആ PM ശ്രീ പദ്ധതി. എന്തിനാ PM ശ്രീ പദ്ധതിയിൽ സഖാവ് പിണറായി വിജയൻ ഒപ്പുവെച്ചത്? വളരെ വ്യക്തമാണ്. PM ശ്രീ പദ്ധതിയിൽ സഖാവ് പിണറായി വിജയൻ ഒപ്പുവെച്ചത് അദ്ദേഹം പ്രതിയായി മാറിയിട്ടുള്ള ലാവ്ലിൻ കേസ്, അദ്ദേഹത്തിന്റെ മകൾ പ്രതിയായിട്ടുള്ള കേസ്, അദ്ദേഹത്തിന്റെ മകൻ പ്രതിയായിട്ടുള്ള കേസ്, അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടേക്കാവുന്ന കേസ്, ഒരു കുടുംബത്തിന്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വികലമായ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് സഖാവ് പിണറായി വിജയനും കൂട്ടരുമെന്ന് തിരിച്ചറിയാൻ പുത്തഞ്ചേരിയിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാക്കണം. ഇത് ലീഗുകാരൻ പറയുന്ന വർത്തമാനമല്ല, ഇത് കോൺഗ്രസുകാരൻ പറയുന്ന വർത്തമാനമല്ല. ഞാൻ ചോദിക്കട്ടെ, മുന്നണിയിലെ പ്രബല കക്ഷിയായ രണ്ടാമത്തെ കക്ഷിയായ CPI PM ശ്രീ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റിൽ നിന്നും വേറിട്ട് പോരും എന്ന് പറയുന്നിടത്തേക്ക് എത്തിയില്ലേ കാര്യങ്ങൾ? ആശ്വസിപ്പിക്കാൻ വേണ്ടി മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ പങ്കെടുക്കാൻ വേണ്ടി PM ശ്രീ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ CPI ആവശ്യപ്പെടുക കേന്ദ്ര ഗവൺമെന്റിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോകാൻ തീരുമാനിച്ച മന്ത്രിസഭാ തീരുമാനം അത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഇച്ഛാശക്തി ഉണ്ടാകണമെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. ഒപ്പം ഇവിടുത്തെ റവന്യൂ മന്ത്രി K രാജൻ പറയുന്നു. മുസ്ലിം ലീഗ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ജനാധിപത്യ ചേരി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ഫാസിസത്തിന്റെ കുഴലത്തുകാരനായി പിണറായി വിജയനും ഗവൺമെന്റ് മതം വധിക്കുന്നത് ശരിയല്ല എന്ന് മുസ്ലിം ലീഗും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ജനാധിപത്യത്തെ ഫാസിസത്തിന്റെ കാൽ കീഴിൽ അടിയറവ് വെപ്പിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ കൂട്ടരുമെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ കേരളത്തിലാക്കണം. പ്രിയമുള്ളവരെ, ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പൂമുഖത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. പഴയ ചരിത്രം പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് സൂചിപ്പിച്ചു. ഞാൻ പഴയതിലേക്ക് ഒന്നും പോകുന്നില്ല. ഒരു പുതിയ താരോദയം ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കരങ്ങളിൽ ശക്തമായി നിൽക്കുമ്പോൾ അതിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാകണം, ജില്ലാ പഞ്ചായത്ത് ഉണ്ടാകണം. ഈ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടെ സംഘപരിവാറിന് വിജയമായിക്കൊണ്ട് ഭരണം നടത്തുന്ന പിണറായി വിജയന് പുറത്തേക്ക് വലിച്ചിടാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടെ കണക്കിലെടുത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ തുടക്കമാർന്ന വിജയത്തിന് നിങ്ങളെല്ലാം കൂടെ ഉണ്ടാകണം. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരുടെ പുത്തഞ്ചിറയിലെ ജനാധിപത്യ വിശ്വാസികളും കൂടെ ഉണ്ടാകണം എന്ന സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ ഓഫീസ് ഈ പ്രദേശത്തിന്റെ എല്ലാ നന്മകളുടെയും കേന്ദ്രമായി ഇവിടെ നിസാറിന്റെയും ബഷീറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പാർട്ടിയുടെ ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന വാക്ക് നൽകാൻ, ജനങ്ങൾക്ക് വാക്ക് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കേറെ ചെയ്തു തീർക്കാനുണ്ട്. ആ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ആലോചന കേന്ദ്രമായി പുത്തഞ്ചിറക്ക് സമ്മാനമായി മുസ്ലിം ലീഗിന്റെ ഇവിടെ ഈ ഓഫീസ് ഉണ്ടാകും എന്ന്. ഇത് ലീഗിന്റെ ഓഫീസ് മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പരാതികളുടെ പരിഹാരം കാണാനുള്ള കേന്ദ്രമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് പുത്തഞ്ചിറയിൽ ഇങ്ങനെ ഒരു ഓഫീസ് ആരംഭിക്കാൻ തീരുമാനിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി, ഞാൻ ആരുടെയും പേരുകളെടുത്ത് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെയും മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാതിരുന്നത്. UDFന്റെ ചർച്ചകൾ വളരെ ഗൗരവത്തിൽ നടന്നു വരുന്ന സന്ദർഭമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് എന്ന് എന്റെ സഹോദരിമാരെയും അതോടൊപ്പം എന്റെ സഹോദരന്മാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുന്നു. വരാനിരിക്കുന്ന നാളുകൾ നമ്മുടേതാണ്. നന്ദാനി ന്യൂയോർക്കിലുണ്ടാക്കിയ വിപ്ലവം പോലെ മോദിക്കെതിരെ പിണറായിക്കെതിരെയുള്ള ഒരു പടപ്പുറപ്പാടുമായി മുന്നോട്ട് പോകാൻ ആ ന്യൂയോർക്കിലെ വിജയം സാധാരണക്കാരുടെ വിജയമായിരുന്നെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിജയമായിരുന്നെങ്കിൽ, കുടിയേറ്റക്കാരുടെ വിജയമായിരുന്നെങ്കിൽ ആ വിജയം പോലെ തന്നെ അപ്രതീക്ഷിതമെന്ന് മറ്റുള്ളവർ കണ്ട, അസാധ്യമെന്ന് മറ്റുള്ളവർ പറഞ്ഞ ആ ന്യൂയോർക്കിലെ വിജയത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫാസിസത്തിന്റെയും മോദിയുടെ ഫാസിസത്തിന്റെയും പിണറായിയുടെ ഫാസിസത്തിന്റെയും അവസാനം കുറിക്കാനുള്ള സംസ്ഥാന ലോക്സഭ തെരഞ്ഞെടുപ്പുകളിലൂടെ അവരെ മാറ്റി നിർത്താനുള്ള ഒരു വേദിയാക്കി മാറ്റാൻ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നിങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യങ്ങളെ വിജയിപ്പിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് വഴി തെളിയിക്കണം എന്ന് കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയെ ഒരിക്കൽ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്കും മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹരിതാഭിവാദങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.